പാരലൽ ആക്സിസ് തിയറം എന്താണെന്ന് നോക്കിയായിരുന്നു. അതെന്താണ് തിയറം സ്റ്റേറ്റ്മെന്റ് ആണ് നോക്കിയായിരുന്നു. അതിന്റെ ഡെറിവേഷൻ നമുക്ക് ചെയ്യാനായിട്ടുള്ളതാണ്. മിക്കവാറും ഒരു 5-6 മാർക്കിനൊക്കെ ചോദിക്കാറുള്ള ഒരു തിയറി പോർഷനാണ്. ഡെറിവേഷൻ അതിന്റെ കൂടെ തന്നെ വെയിറ്റേജ് നോക്കിയിട്ട് മാർക്ക് എക്സാമിന് മാർക്ക് എങ്ങനെയുണ്ടോ അത് അങ്ങനെ നോക്കിയിട്ട് വേണം. ജസ്റ്റ് ഒരു 2 മാർക്കിനൊക്കെ ഉള്ളെങ്കിൽ ഇത്ര എഴുതിയാലും മതി. ഫിഗറൊക്കെ വരച്ച് ഇത്ര എഴുതി കഴിഞ്ഞാൽ അത്യാവശ്യം മാർക്ക് കിട്ടുന്നതാണ്. അതിന് പ്രൂഫായിട്ട് നമ്മൾ ചെറിയൊരു സ്ട്രിപ്പ് ഒരു ഏതെങ്കിലും ഒരു ഏരിയ ആയിക്കോട്ടെ, ഈ സർക്കിൾ ഇട്ടേക്കുവാണ്, അത് വേണ്ട, ഏതെങ്കിലും ഒരു എനി ഷേപ്പിലുള്ള ഏതെങ്കിലും ഒരു ജസ്റ്റ് ഒരു ഏരിയ സെലക്ട് ചെയ്തു. അതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ സ്ട്രിപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു എലമെന്ററി ഏരിയ ആണ് സെലക്ട് ചെയ്തത്. ഓക്കെ. പിന്നെ ഈ ഒരു കംപ്ലീറ്റ് പോർഷന്റെ ഏരിയ ക്യാപിറ്റൽ എ എന്ന് ഡിനോട്ട് ചെയ്തു. വി ക്യാൻ ഡിനോട്ട് ഇറ്റ് ബൈ ലെറ്റർ ക്യാപിറ്റൽ എ. സോ കംപ്ലീറ്റ് ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്യാം. പിന്നെ ഈ ഒരു ഫിഗറിന്റെ സെൻട്രോയിഡ് മാർക്ക് ചെയ്യാം. സെൻട്രോയിഡ് നിങ്ങൾ എവിടെയെങ്കിലും ഏകദേശം സെൻട്രായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക, ജി എന്ന് ഡിനോട്ട് ചെയ്യാം. പിന്നെ ഈ സെൻട്രോയിഡിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു ആക്സിസ് മാർക്ക് ചെയ്യാം. അത് ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രോയിഡൽ ആക്സിസ് ആയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. സോ ഈ ഒരു ഏരിയയുടെ സെൻട്രോയിഡൽ ആക്സിസിന് എബോട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് ഐ ജി. ഓക്കെ. പിന്നെ നമ്മളതിന് പാരലായിട്ട് ഈ ഐ ജി ഈ ഒരു സെൻട്രൽ ആക്സിസിന് പാരലായിട്ട് വേറൊരു ആക്സിസ് വരയ്ക്കാൻ പോവാണ്, എ ബി ആക്സിസ്. സോ എ ബി ആക്സിസിന് പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ സെൻട്രോയിഡൽ ആക്സിസിന് പാരലാണ്. അത് ഈ രണ്ട് ആക്സിസിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ എച്ച് ആണ്. സോ ഈ ഒരു ഫിഗറിന്റെ ഈ ക്യാപിറ്റൽ എ ഏരിയ വരുന്ന ഈ ഫിഗറിന്റെ എ ബി ആക്സിസിന് എബോട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ എ ബി ആണ് എന്നുള്ള കാര്യം ഇവിടെ നിങ്ങൾ ഡിനോട്ട് ചെയ്യാം. സോ ഐ എ ബിയും ഐ ജിയും ഡിനോട്ട് ചെയ്യാം. പിന്നെ ഉള്ളത് ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ മാർക്ക് ചെയ്യണം. അതായത് ഈ ഐ ജി ഈ ഒരു സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് ഈ എലമെന്ററി ഏരിയ വരെയുള്ള ഡിസ്റ്റൻസ് വൈ എന്ന് മാർക്ക് ചെയ്യുക. വൈ മെഷർ ചെയ്യുന്നത് ശ്രദ്ധിക്കുക, വൈ 0 ആവുന്നത് സെൻട്രോയിഡൽ ആക്സിസ് ആണ്. കണ്ടോ, അത് മുകളിലേക്ക് പോകുമ്പോൾ വൈയുടെ വാല്യൂ കൂടി വരും. സോ വൈ നമ്മൾ മെഷർ ചെയ്യുന്നത് സെൻട്രോയിഡൽ ആക്സിസ് എന്നുള്ള കാര്യം ജസ്റ്റ് നോട്ട് ചെയ്യുക. പിന്നെ ഈ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എച്ച് എന്ന് നിങ്ങൾ ഡിനോട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യമേ തന്നെ ഐ ജി എന്താണെന്ന് മാർക്ക് ചെയ്യാം. സോ ഹിയർ വി ഹാവ് ഐ ജി. ഐ ജി ഇസ് ഈക്വൽ ടു വാട്ട്? ഐ ജി എന്ന് പറയുകയാണെങ്കിൽ സെൻട്രോയിഡൽ ആക്സിസിന് എബോട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്, ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എന്തായിരിക്കും? ഈ ആക്സിസിൽ നിന്ന് ഈ എലമെന്ററി ഏരിയ വരെ ഡിസ്റ്റൻസ് വൈ അല്ലേ? സോ എങ്ങനെ വരും? ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എന്നായിരിക്കും വരുന്നത്. ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എന്ന് വരും. ഓക്കെ, അപ്പൊ അത് നമുക്ക് സെറ്റായി. ഇനി അടുത്തത് ഐ എ ബി എന്താന്ന് എഴുതാൻ പോകുന്നു. ഐ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എ ബി ആക്സിസിൽ നിന്ന് എലമെന്ററി ഏരിയ വരെയുള്ള ഡിസ്റ്റൻസ് എന്താന്ന് നമ്മൾ നോട്ട് ചെയ്യണം. അപ്പൊ ആ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഇന്റഗ്രൽ നിട്ടു. ഇന്റഗ്രൽ എന്തായിരിക്കും? ഈ ആക്സിസ് തൊട്ട് എലമെന്ററി ഏരിയ വരെയുള്ള ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് എന്തായിരിക്കും? എച്ച് പ്ലസ് വൈ അല്ലേ? അപ്പൊ എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ എച്ച് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ. ഇവിടെ വൈ ഉള്ളതാണ് പൈ സ്ക്വയർ ഇട്ടു. ഇവിടെയാണ് എച്ച് പ്ലസ് വൈ ഉണ്ട് ഡിസ്റ്റൻസ്. സോ എച്ച് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എന്ത് വരും? ഇൻറ്റു എലമെന്ററി ഏരിയ എന്തായിരുന്നു? ഡി എ. ഡി എ എന്ന് ഡിനോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? അപ്പൊ ഇന്റഗ്രൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു വരുന്നത്? എ സ്ക്വയർ പ്ലസ് 2ab. 2ab എന്ന് പറയുമ്പോൾ എന്ത് വരും? 2h y എന്ന് വരും അല്ലെ? പ്ലസ് ബി സ്ക്വയർ ആണ്. ബി സ്ക്വയർ എന്ന് വരുമ്പോൾ വൈ സ്ക്വയർ എന്ന് വരും. വൈ സ്ക്വയർ. ഓക്കെ, ബാക്കി എന്തുണ്ട്? ബാക്കി ഇവിടെ ഒരു ഡി എന്നുണ്ട്. സോ ഡി എന്നുള്ള കാര്യം കൂടി ഇവിടെ എഴുതാം. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യം ഈ ഹോൾ ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് കേസിൽ എന്ത് വരും? ഇന്റഗ്രൽ എച്ച് സ്ക്വയർ ഡി എന്ന് ഇട്ടു. കറക്റ്റ് അല്ലേ? ഫസ്റ്റ് ഇന്റഗ്രൽ എച്ച് സ്ക്വയർ ഡി എ പ്ലസ് എന്ത് വരും? പ്ലസ് ഞാൻ ലാസ്റ്റ് ടേം എടുക്കുവാണ്. അതായത് ഇന്റഗ്രൽ എച്ച് സ്ക്വയർ ഡി എ ഇവിടെ എടുത്തു. അടുത്തത് ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എടുക്കാൻ പോവാണ് കേട്ടോ. ഇടയ്ക്കുള്ള എന്താ നമുക്ക് എഴുതാം? ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എ. ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എ എന്താണ് നമ്മൾ നേരത്തെ തന്നെ മുകളിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും നോക്കുക. പിന്നെ ഇടയ്ക്കുള്ള ഈ പോർഷൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? ഇന്റഗ്രൽ 2h y ഡി എന്ന് വരും. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ എച്ചും 2ഉം കോൺസ്റ്റന്റ് ആണ്. സോ ടേക്ക് ഔട്ട് സൈഡ്. ഫസ്റ്റ് ടേം എടുക്കാൻ പോവാണ്. ഫസ്റ്റ് ടേമിൽ എച്ച്
കോൺസ്റ്റന്റ് ആണല്ലോ. അപ്പൊ എങ്ങനെ വരും? എച്ച് സ്ക്വയർ ഇന്റഗ്രൽ ഡി എന്ന് കിട്ടും. അപ്പൊ എച്ച് സ്ക്വയർ അവിടെ കിടക്കുന്നുണ്ട്. ഇന്റഗ്രൽ ഡി എന്ന് പറയുകയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഏരിയ എല്ലാം ആഡ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടേം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എച്ച് സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രൽ ഡി എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ ടോട്ടൽ ഏരിയ ആണ് അല്ലേ. സോ എച്ച് സ്ക്വയർ ഇൻറ്റു ഏരിയ എന്ന് വരും, അതായത് എ എച്ച് സ്ക്വയർ എന്ന് വരും ഈ ഒരു ടേം. പിന്നെയുള്ള ലാസ്റ്റ് ഇവിടെ ഒരു ടേം ഉണ്ട്, സെന്ററിലെ ടേം കിടന്നോട്ടെ. ലാസ്റ്റ് ഈ ടേം ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി ആണ്. ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ എഴുതിയായിരുന്നു, എന്തായിരുന്നു? ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി ഐ ജി ആണ്. അപ്പൊ നമുക്ക് ഐ എ ബി ഈക്വൽ ടു ഇവിടെ ഒരു ഐ ജി എന്ന് പറഞ്ഞ ടേം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ പ്ലസ് ഇവിടെ എന്താണ്? എ എച്ച് സ്ക്വയർ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നടുക്കുള്ള ഒരു ടേം ഉണ്ട്. ആ ടേം എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കണ്ടോ, ഇങ്ങനെ എഴുതി. അപ്പൊ ഇത് എ സ്ക്വയറിന് ഇട്ട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. പിന്നെ ഇതും വന്നത് എങ്ങനെയാന്ന് പറഞ്ഞായിരുന്നു. ഇനി ഇവിടെ ഇന്റഗ്രൽ 2h വൈ ഡി ഉണ്ട്. അതിനകത്ത് നേരത്തെ പറഞ്ഞായിരുന്നു 2h എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. സോ ടേക്ക് ഔട്ട് സൈഡ്. സോ 2h ഇൻറ്റു എന്ത് വരും? 2h ഇൻറ്റു ഇന്റഗ്രൽ വൈ ഡി എ എന്ന് പറഞ്ഞൊരു ടേം അവിടെ കിടക്കുന്നുണ്ട്. സോ ഇന്റഗ്രൽ വൈ ഡി എ എന്ന് പറഞ്ഞത് 0 ആണ്. നമുക്ക് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെറിവേഷൻ തീരുവാണ്. കാരണം നമുക്കറിയാം ഐ എ ബി ഈക്വൽ ടു എന്താണ് നമ്മുടെ ഇക്വേഷൻ? ഐ ജി പ്ലസ് എ സ്ക്വയർ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾറെഡി ഐ ജിയും എ സ്ക്വയർ വന്നു. ഈ ലാസ്റ്റ് ടേം എന്താണ്? 0 ആക്കി നമുക്ക് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെറിവേഷൻ കംപ്ലീറ്റ് ആവും. സോ ഈ കേസിൽ ഇന്റഗ്രൽ വൈ ഡി എന്താണെന്ന് നോക്കാൻ പോവാണ് കേട്ടോ. ഇന്റഗ്രൽ വൈ ഡി. സോ ഹിയർ നമുക്കറിയാം ഈ സെൻട്രോയിഡിന്റെ കേസ് നമുക്ക് ഡെറിവേഷൻ സമയത്ത് നമുക്ക് മെയിൻലി ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് വൈ ബാറിന്റെ ഇക്വേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇന്റഗ്രൽ വൈ ഡി എ ഡിവൈഡ് ബൈ ഡി എന്നാണ്. ഇന്റഗ്രൽ ഡി എന്നാണ് ഇക്വേഷൻ. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ഇന്റഗ്രൽ ഡി എന്ന് പറഞ്ഞ എ ആണ്. സോ ഇന്റഗ്രൽ ഡി യുടെ പ്ലേസിൽ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇന്റഗ്രൽ വൈ ഡി എ കണ്ടോ, ഇന്റഗ്രൽ വൈ ഡി എ എന്ന് പറഞ്ഞ എന്ത് വരും? എ ഇൻറ്റു വൈ ബാർ എന്ന് വരും. സോ ഈ ഒരു ഇക്വേഷനുള്ളിൽ വരുന്ന ഇന്റഗ്രൽ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ഇൻറ്റു വൈ ബാർ എന്നാണ്. ഈ വൈ ബാർ എന്താണെന്ന് ശ്രദ്ധിച്ചോളണം. സെൻട്രോയിഡിന്റെ വൈ കോർഡിനേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ സെൻട്രോയിഡ്. ഈ വൈ മെഷർ ചെയ്യുന്ന ഇവിടെ നിന്ന് തന്നെയാണ് മെഷർ ചെയ്യുന്നത് അല്ലേ. സോ ഈ ഒരു പോയിന്റിലെ വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വൈ മെഷർ ചെയ്യുന്നത് തന്നെ ഈ റെഫറൻസ് ആക്സിസ് തന്നെ ഈ ഒരു ആക്സിസ് ആണ്. സോ വൈ ബാർ എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ എ ഇൻറ്റു വൈ ബാർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? വൈ ബാർ 0 ആണെങ്കിൽ എ ഇൻറ്റു വൈ ബാർ 0 ആണ്. ദാറ്റ് ഈസ് ഇന്റഗ്രൽ വൈ ഡി എ 0 ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഈ കാര്യങ്ങൾ കാരണം ഈ വൈ മെഷർ ചെയ്തേക്കുന്നത് നമ്മൾ സെൻട്രോയിഡൽ ആക്സിസിൽ നിന്നാണ്. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഡെറിവേഷൻ കിട്ടും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക. ഈ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ടേം ആണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതൊരു ഡിസ്റ്റൻസ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. കെ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് ഡിനോട്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇതൊരു ജസ്റ്റ് ഒരു ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. നമ്മുടെ ഒരു ഏരിയ, ഇത് എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മളൊരു ഏരിയ കൺസിഡർ ചെയ്യാം. ക്യാപിറ്റൽ ഏരിയ ഉള്ള ഒരു ജസ്റ്റ് ഒരു അങ്ങനെ ഷേപ്പിലുള്ള ഒരു ഏരിയ കൺസിഡർ ചെയ്ത് ഏത് ഷേപ്പിലായിക്കോട്ടെ. നമ്മുടെ റെഫറൻസ് ആക്സിസ് എന്ന് പറയുകയാണെങ്കിൽ എ ബി ആണ്. അപ്പോൾ ഈ ഒരു ഏരിയയുടെ എ ബി ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ അതിനെ ഞാനങ്ങ് ഡിനോട്ട് ചെയ്തു. ഇനി ഈ ഒരു ഏരിയനെ ചെറിയൊരു സെയിം ഏരിയ, അപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഈ ഒരു ഏരിയ 15 മീറ്റർ സ്ക്വയർ ആണെന്നായിരിക്കും. സോ 15 മീറ്റർ സ്ക്വയർ ആയിരുന്നു വരുന്ന രീതിയിൽ തന്നെ ഈ ഒരു ഏരിയന്റെ ഷേപ്പ് ഞാൻ മാറ്റാൻ പോവാണ്. ഇപ്പൊ രണ്ട് കേസിലും ഏരിയ സെയിം ആണ്. മാറ്റുന്ന ഷേപ്പ് എന്ന് പറയുകയാണെങ്കിൽ തിൻ സ്ട്രിപ്പ് ആയിട്ടാണ്. അത് എ ബി ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു തിൻ സ്ട്രിപ്പ് ആയിട്ട് ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്യുകയാണ്. കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്ട്രിപ്പിനെ ഈ റെഫറൻസ് ആക്സിസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ്, ഒരു കെ ഡിസ്റ്റൻസ് മാറ്റിയിട്ട് എങ്ങനെ പ്ലേസ് ചെയ്തു എന്ന് വിചാരിക്കാം. ഈ കെ ഡിസ്റ്റൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെ ഡിസ്റ്റൻസ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഫിഗറിന്റെ കണ്ടു, ഈ ഫിഗറിന്റെ കേസിൽ ഈ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടിയില്ല. ഫോർ എക്സാമ്പിൾ 20 കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, ആ മൊമെന്റ് ഓഫ് ഇനേഷ്യ തന്നെയായിരിക്കും ഈ കെ ഡിസ്റ്റൻസിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അറേഞ്ച്മെന്റിന് കിട്ടുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ. അതായത് ഈ രണ്ട് ഈവൻ ഇത് നമ്മൾ തിൻ സ്ട്രിപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്താലും എന്താണ് ഈ കറക്റ്റ് ഈ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഈ രണ്ട് കേസിലുള്ള ഈവൻ എൻ്റെ ഏരിയയുടെ ഷേപ്പ് ഒക്കെ മാറ്റിയാൽ പോലും ഈ രണ്ട് ഷേപ്പിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ സെയിം ആയിരിക്കും. സോ ജസ്റ്റ് ഇക്വേഷൻ ഓർത്തിരിക്കാം. നമ്മൾ കെ സെറ്റ് ചെയ്യുന്ന വെച്ചാൽ ഐ ഈസ് ഈക്വൽ ടു എ കെ സ്ക്വയർ പറഞ്ഞ ഇത് സെറ്റ് ചെയ്യാം. ഈ കെ ആ ഡിസ്റ്റൻസ് പറയുന്നതാണ് കെ. സോ കെ എന്ന് പറഞ്ഞാൽ എന്ത് വരും? കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഐ ബൈ ആണ്. So k is equal to root I by a.
Here K is called radius of gyration of area with respect to the given axis. So ഈ I എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ വിത്ത് റെസ്പെക്ട് ടു എ ബി ആക്സിസ് എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഏരിയയുടെ എ ബി ആക്സിസിന് അബൌട്ടായിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താണെന്ന് കണ്ടുപിടിക്കുക. ഈ കംപ്ലീറ്റ് ഏരിയ എന്താണെന്ന് നോട്ട് ചെയ്യുക. സോ K is equal to √I/O എന്നാണ് അതിൻ്റെ ഇക്വേഷൻ.